പരിപാടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടത്തെ ഈ പ്രദേശത്തെ നമ്മുടെ ആളുകൾ ഇങ്ങനൊരു പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ പരിപാടി ആസൂത്രണം ചെയ്യുകയും ഇവിടുത്തെ നല്ലവരായ സഹോദരി സഹോദരന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നമ്മുടെ എലക്ഷൻ വളരെ ഒളിപ്പാലങ്ങൾ അകലെ എത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ കരുത്ത് തെളിയിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. രാജ്യത്തിന്റെ ഭാരതത്തിന്റെ ശക്തി തെളിയിക്കേണ്ട ഒരവസരം നമ്മളെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ അവസരം നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ മണ്ണിൽ ശക്തി പകർന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് എല്ലാം മറന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പാർട്ടിക്ക് നമ്മുടെ പാർട്ടിയെ വിജയിപ്പിച്ച് നല്ലൊരു ശതമാനത്തിൽ മറ്റ് പാർട്ടികൾക്ക് അസൂയാലുമായ ഒരു സംഭാവന നൽകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ കഴിഞ്ഞ സുല്ലമി ഒരു ചെറിയ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. വളരെ സത്യമാണ്. ഞാനൊക്കെ വന്നത്, ഞാൻ മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടുള്ള മിക്ക മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഈ രാജ്യത്ത് തന്നെ കൺവെർട്ട് ചെയ്ത് സമുദായത്തിൽ വ്യത്യസ്ത രൂപത്തിലേക്ക് വന്ന ആളുകളാണ്, വിശ്വാസികളാണ്. നമ്മളൊക്കെ കാരണം പഴയ ഹൈന്ദവ സമുദായത്തിൽ നിന്ന് വന്നവർ തന്നെയാണ്. പിന്നീട് ഞങ്ങൾ മാറി അങ്ങനെ ഇസ്ലാമിക വിശ്വാസികളായി. ഞാൻ ജനിച്ചത് ഇസ്ലാം മതത്തിലാണ്. ഈ മരിക്കാനും അതിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് യാതൊരു ചാഞ്ചാട്ടുമില്ല. ഞങ്ങൾ നമ്മുടെ സഹോദരന്മാരെ പോലെ ഒരുമിച്ച് വിശ്വാസികളായി സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മിനിഞ്ഞാന്ന് ഞാൻ പള്ളിയിൽ പോകുമ്പോ പള്ളി പറഞ്ഞ് ഇറങ്ങി തിരിച്ചു വരുമ്പോ എനിക്ക് വധഭീഷണി ഉണ്ടായി. BJP പ്രവർത്തിക്കുന്നത് കൊണ്ട്, RSS പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയില്ല, നിങ്ങളെ ജീവന് ഭീഷണിയുണ്ട്, നിങ്ങളെ ഞങ്ങൾ തട്ടിക്കളയുമെന്നാണ് എന്നോട് പറഞ്ഞത്. 75 വയസ്സോളം പ്രായമായ എന്നെ തട്ടിയിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും അവസാന ശ്വാസം വരെ ഭാരതാമ്മയെ സ്നേഹിച്ചുകൊണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി എല്ലാവരെയും കൂടെ മുന്നിൽ നിൽക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അനുസരിക്കുന്നു.